ബിരിയാണി ഉണ്ടാക്കിയാലോ? ഹലോ ഗായ്സ്, കുറേ നാളായിട്ട് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കണം എന്ന് ഭയങ്കര കൊതിയായിട്ട് അങ്ങനെ കൊതി മൂത്ത് ഒരു രാത്രി ഇരുന്ന് ഉണ്ടാക്കിയതാട്ടാ. ഞാൻ നിതാഷാസ് കിച്ചൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ആയിത്തൻ്റെ വീഡിയോ കണ്ടുണ്ടാക്കിയതാട്ടാ. ഭയങ്കര നല്ലതായിരുന്നു. ആൾ പറയണ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആവും. പക്ഷെ ഞാൻ ഇത്തിരി സമയം കൂടുതലെടുത്ത കാരണം ഇത്തിരി വേവ് കൂടി. പക്ഷെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം അടിപൊളിയാട്ടാ. ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക, പാചകം ചെയ്യുക അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ ഒരു വീഡിയോ അല്ല, ഞാൻ കുറേ വീഡിയോ കാണാനിട്ട് മിക്സൊക്കെ ആക്കിയിട്ട് എൻ്റെ പോലെ ഉണ്ടാക്കൽ. പക്ഷെ ഇത് ഞാൻ കറക്റ്റ് ഇതിൻ്റെ പോലെ ഉണ്ടാക്കാൻ നോക്കിയിട്ടാണ്. നമ്മളിങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്യുമ്പോഴെനിക്ക് എനിക്ക് മനസ്സിലായേ, ഓരോ സ്ഥലത്തെ ബിരിയാണി ഇല്ലേ, മീൻസ് തലശ്ശേരിക്ക് വേറെ കൂട്ടാണ്, കോഴിക്കോട് വേറെ കൂട്ടാണ്, ടേസ്റ്റ് തന്നെ വേറെയാണ്. അത് ഭയങ്കര അടിപൊളിയാട്ടോ. ഞാനിപ്പോഴതൊക്കെ മനസ്സിലാക്കണേ. ആൻഡ് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്കിങ്ങനെ ഓരോ ക്രേവിങ്സ് വരുമ്പോൾ ഓരോന്ന് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. എന്നിട്ടത് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ അതിനേക്കാട്ടും ഇഷ്ടമാണ് ഗൈസ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ, ഭയങ്കര പെർഫെക്റ്റ് ആവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇതൊരു രാത്രി ഞാൻ ഉണ്ടാക്കി കേട്ടോ. നല്ലതായിട്ട് ഇഷ്ടമായിട്ട് ഉണ്ടാക്കിയ കാരണം കുഴപ്പമുണ്ടായില്ല. എൻ്റെ വീഡിയോ ഒന്നും കറക്റ്റ് പെർഫെക്ഷൻ അല്ല കേട്ടോ. ഒന്നാമത് ഫോണൊന്നും അത്ര ശരിയല്ല. പക്ഷെ എനിക്ക് വീഡിയോ ഇടാനായിട്ടും വ്ളോഗ് എടുക്കാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഇടണതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തോളെ, കമൻറ്റൊക്കെ ചെയ്തോളൂ, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, അങ്ങനെ എൻ്റെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടോ. ഇനി അത് ദമ്മിടുക, അത്രേ വേണ്ടൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ഇത്തിരി വേവ് കൂടി, ഞാൻ പറഞ്ഞില്ലേ സമയം കറക്റ്റ് നോക്കിയില്ല. അങ്ങനെ അപ്പം എല്ലാം നല്ല പോലെ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്ക്. ഹാപ്പി ഒരു വീക്കെൻഡ് ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും ബായ്.